ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിലോട്ട് പോവാം. അങ്ങനെ ആറമ്മ ചോദിച്ചു. അങ്ങനെ ആറമ്മനോട് കാര്യം പറയുന്നതാണ്. അങ്ങനെ ഹീറോയും ആറും എങ്ങനെ എൻജോയ് ചെയ്താണ്. BTS മെമ്പർ അങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങി. ജേഹൂപ്പ് ഇങ്ങനെ അടുക്കാൻ തുടങ്ങി. ഒരു ട്രീ ജേഹൂപ്പിനെ വിളിക്കാൻ തുടങ്ങി. ജേഹൂപ്പ് അടുത്ത് പോയി ട്രീനെ. അങ്ങനെ ജേഹൂപ്പ് ട്രീ ഫ്രണ്ട് ആവാൻ തുടങ്ങി. ജേഹൂപ്പ് ഒരുപാട് ട്രീനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫ്രണ്ട്സായി. അങ്ങനെ ജേഹൂപ്പ് ട്രീനെ പോയിട്ട് ഹഗ് ചെയ്തു. ജേഹൂപ്പ് ഹഗ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊന്നും ഇല്ലേന്ന് ഇങ്ങനെയായിട്ട് നോക്കി. അങ്ങനെയായിട്ട് ഫ്രണ്ട്സായിപ്പോയി. അങ്ങനെയായിട്ട് പച്ച കളറായിട്ടും ജേഹൂപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ പച്ചപ്പെട്ട് കളർ ആനിമൽസ് കൺട്രോൾ ചെയ്യാൻ ജേഹൂപ്പൊക്കെ പറ്റൂ. ആനിമൽസ് അനുസരിച്ച് ജേഹൂപ്പൊക്കെ പറ്റൂ. അങ്ങനെ ജേഹൂക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയായിട്ട് ജേഹൂപ്പ് ഭയങ്കര സന്തോഷമായി. ജിന്ന് പറയാൻ തുടങ്ങി, എനിക്ക് എന്താ പവർ എന്ന് ജേഹൂപ്പ് ജിന്ന് പറയാൻ തുടങ്ങി. ജിന്നുക്ക് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ജിന്ന് അത് തണ്ണി നോക്കാൻ തുടങ്ങി. ടണ്ണിലുള്ള ഫിഷുകൾ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ മുതലാളി കേട്ടോ വാ. എന്ത് ഞാനാ? നിങ്ങൾ സംസാരിക്കും എനിക്ക് മനസ്സിലാന്ന്. നിങ്ങൾ കടൽ രാജാവല്ലേ? ഞങ്ങളെല്ലാം തണ്ണി നമുക്ക് തരുന്ന രാജാവല്ലേ? നിങ്ങൾ തണ്ണി തരുന്നോ? അത് ഹീറോയി ചിരിക്കാൻ തുടങ്ങി. മുഖം ചിരിക്കാൻ വന്നു. ശരി, ഓക്കെ, ഇത് ഇവർ പറയുന്നതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട് ഡോൾ ഫിഷ് പറയാൻ തുടങ്ങി, മുതലാളി നിങ്ങൾ തണ്ണിക്ക് വാ. ഞാൻ എങ്ങനെ തണ്ണിൽ വീണ് മരിച്ചു പോവും. എനിക്ക് വരാൻ പറ്റില്ല. വാ മുതലാളി, നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. നോക്ക് മുങ്ങിയിട്ട്. ജിന്നുക്ക് ഒന്നും ആയില്ല. ജിന്നുക്ക് ഭയങ്കര ഹാപ്പി. ഏടാ എനിക്ക് തണ്ണിൽ നീന്താ, തണ്ണിൽ കുളിക്കാ, പാട്ട് പാടാ. അത് മാത്രമല്ല മുതലാളി, നിങ്ങൾക്ക് മെഡിസിൻ പവർ ഉണ്ടല്ലേ, ഞങ്ങൾക്ക് ഹെയിൽ ചെയ്യണം മുതലാളി. അങ്ങനെ ഒരു ഫിഷ് അടിപ്പെട്ട് നല്ല സീരിയസ് ആയിരുന്നു. ഡോൾ ഫിഷ് പറയാൻ തുടങ്ങി. അങ്ങനെ ആ ഫിഷക്ക് ജിന്ന് കൊണാക്കി. ശരി, ഓക്കെ. അങ്ങനെ ഇട്ട് എന്നൊരു അങ്ങനെ ആറമ്മനിരിക്കാൻ തുടങ്ങി. എന്നാൽ എനിക്കെന്താ പവർ? എന്നെ ആറമ്മക്കൊരു പെട്ട് വന്ന് ഒരു പക്ഷി വന്ന് പറയാം, മുതലാളി നിങ്ങൾക്ക് മൈൻഡിങ് കൺട്രോൾ എല്ലാവരോടും സംസാരിക്കാൻ പറ്റും. നിങ്ങളെ പെട്ട് ഞാനാണ്. അതൊരു പക്ഷിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ആകാശ നീല കളറായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. വലിയ പക്ഷിയായിരുന്നു. ശരി, ഓക്കെ അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. നെക്സ്റ്റ് നമുക്ക് യൂങ്കി പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്കെന്താടാ പെട്ട്? യൂങ്കി സാർ, നിങ്ങൾക്ക് പെട്ട് ഇപ്പം വരൂ. അങ്ങനെയായിട്ട് ഒരു പൂച്ച വന്നു. യൂങ്കിക്ക് ടെൻഷനായി. എനിക്ക് പൂച്ചയമ്മ. മുതലാളി ഞാൻ നിങ്ങളെ രണ്ടാമത്തെ ഫസ്റ്റ് പെട്ട് ഇപ്പം വരൂ. ആനായിട്ട് ഷുഗർ വന്ന് എന്ത് എൻ്റെ പെട്ട ഡ്രാഗൺ തീ തുപ്പി വന്നു. മുതലാളി ഞാൻ വന്നു. ഷോകാക്ക് ഷാക്ക, എന്ത് ഡ്രാഗനാ? ഇതൊരു ജിമ്മിക്ക് കൊടുപ്പോ? എന്തെനിക്ക് ഡ്രാഗനാ? ശിവശരിക്കും എന്തിനാ എനിക്ക് ചെറിയ സാധനം മോശമായി ഡ്രാഗനാ? അടിപ്പാവോ, ഞാൻ കഷ്ടമായി. ശരി, ഓക്കെ മുതലാളി, എൻ്റെ മേലെ കിടന്ന് ഉറങ്ങിക്കോ, നിനക്ക് ഉറങ്ങാ. മുതലാളി എന്തൊരു അടുത്ത സൗണ്ട്. ആന ഓടി വന്നു. ഇതൊരു തലയിൽ വെച്ച എന്ത് എന്നൊരു പെട്ട. മുതലാളിയേ മൈഡ് വന്നു. മുതലാളി ഞാൻ കാണാൻ സുന്ദരനല്ലേ, എന്നെ വെച്ചു. സുഖക്ക് ടെൻഷൻ. എനിക്ക് നാളെയായ മുതലാളിയെ ഞാൻ വന്ന എന്നെ 3 വലിയ ഫോട്ടോത്തിലുള്ള പെട്ട് വന്നു. നിങ്ങളും കുട്ടികളാ. എന്ത് കുട്ടിയാ? അല്ലല്ല, നിങ്ങളാണ് ഞങ്ങളെ നോക്കണോ എങ്ങനെ പറഞ്ഞു. അങ്ങനെ ശരി. അപ്പോൾ ജേഹൂപ്പ് പറയാൻ തുടങ്ങി, എൻ്റെ പെട്ട് എന്താ? മുതലാളി നിങ്ങൾക്ക് ട്രീയും കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫാരിസ് ഉണ്ടാക്കാൻ പറ്റും. ഫാരിസ് ഉണ്ടാക്കും. അങ്ങനെ ജേഹൂപ്പ് കൺഫ്യൂസായി. ശരി, ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണം ഉണ്ടാക്കാൻ പറ്റൂ. എങ്ങനെ മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞു. ജിമ്മിന് പറയാൻ തുടങ്ങി, എൻ്റെ പെട്ട് എന്താ? മുതലാളി എന്ന് പാട്ടുപടി പറഞ്ഞു. ജിമ്മിന് ഇതേതാ പെട്ട്? സ്നേക്ക് വന്നു. അത് വന്നു. ഞാനാണ് വൈറ്റ്. ബ്ലാക്ക് വന്നു, റെഡ് വന്നു, എന്ത് ബ്ലൂ വന്നു. നിങ്ങളെ പെട്ട് അടി. ജിമ്മിനിക്ക് കണ്ണു വീടായി. എന്ത്? അത് മുതലാളി ഞങ്ങളെ പാട്ട് പാടൂ, ഡാൻസ് കളിക്കൂ, ഇതാ നോക്കിക്കോ. അങ്ങനെയായിട്ട് ജിമ്മിനിക്ക് ടെൻഷനാവട്ടെ പാവി. മുതലാളി അടുത്ത എന്ത് പ്രശ്നം? മുതലാളി ജിമ്മിനിക്ക് ഷാക്കായി. എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അതൊരു പക്ഷിയായിരുന്നു. അതൊരു കീരി പക്ഷിയാണ്. അത് വന്നു, വലിയ പക്ഷിയായിരുന്നു. അതുകൊണ്ട് ജിമ്മിന് ഭയങ്കര ഹാപ്പിയായി. എന്താ എനിക്കിതൊരു വെട്ടി. മാതാണ് എന്ത് എന്നോട് സൗണ്ട്? അതൊരു ഫിഷായിരുന്നു. ക്യൂട്ട് കളറായിരുന്നു ഫിഷ്. മുതലാളി നിങ്ങൾക്ക് എന്ത് വേണം മുതലാളി? നല്ല ഗോൾഡ് കളറായ ഫിഷ്. ശരി, ഓക്കെ, ഇതൊരു ഉണ്ടല്ലപ്പാ.
മാതാവേ എന്നൊരു വിഷയം വന്നു, എന്നൊരു സാധനം വന്നു. ജിമ്മിന് കടുപ്പായി. എന്നൊരു നെക്സ്റ്റ് എന്ത് എന്തിത്? ജിമ്മിനിക്ക് ഒന്നും മനസ്സിലായില്ല. ഇതെന്ത് പെട്ട് എന്നറിയില്ല. അതൊരു പെട്ടാണ്. അത് പറഞ്ഞാൽ അതിക്ക് ഒരു പവർ പറഞ്ഞാൽ മറിയാൻ പറ്റും. ആ പെട്ടിക്ക് ഒരു പക്ഷിയാണ്. പക്ഷി പറഞ്ഞ ഒരു പക്ഷി. പിന്നെ ഒരു ഡ്രാഗൻ വന്നു. ജിമ്മിന് പറയുന്നത്, എനിക്കും ഡ്രാഗൻ ഉണ്ടോ? എന്നെ കൊഞ്ചി മുതല ഞാൻ ബ്ലൂ ഡ്രാഗൻ വന്ന് പറയും, എന്നെ കൊഞ്ചി ഏത് തലവേദന. ഞാനിവിടെ നിൽക്കണേ. ഞാനൊന്ന് ജിമ്മിന് അവിടേക്ക് ഓടിപ്പോയി. എനിക്ക് പെട്ട് വേണ്ട എന്ത് വേണം. ജിമ്മിന് ഓടിപ്പോയി. മലയാളി എന്താ എല്ലാം പെട്ട് പാഞ്ഞും പോയി ജിമ്മിന് പുറകിൽ. എൻ്റെ തലയിത്ത്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ എനിക്കെന്ത് പെട്ടുള്ളത്? മലയാളി എന്നെ കണ്ടു. 4 ടൈഗർ വന്നു. എന്ത്? വൈറ്റ് ഡ്രാഗൺ ബ്ലാക്ക് ഡ്രാഗൺ മിക്സിങ്. മലയാളി നിങ്ങളെ പെട്ട് ഞങ്ങൾ. എനിക്ക് മണ്ണല്ലേ ഇത് പേരുള്ളത്. അടിപ്പാവി ഓടിക്കോ. അപ്പോൾ ലയൺ വന്നു. മലയാളി എന്നെ വേണ്ടി. ഫോക്സ് അല്ല അയ്യേ ഇതെനിക്ക് പെട്ട് വേണ്ടാന്ന്. അങ്ങനെ മലയാളിയുടെ എല്ലാം പെട്ട് വരാന്നുണ്ട്. മയില് കുറേ പെട്ട് പക്ഷി അതെല്ലാം പോയി. വീണെ വായിച്ചോട്ടോ ഓടിപ്പോയി. അയ്യോ എനിക്ക് പെട്ട് വേണ്ട എന്ത് വേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് കുറേ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ക്യൂട്ടായിട്ട് പെട്ട് ഒരുപോലെ ഞാനും റാബിറ്റ്. അപ്പോൾ റാബിറ്റ്സ് പറയോ ഓരോ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കി. റാബിറ്റ് ഓണിച്ചിട്ട് നോക്കി. ഓ നീ എന്നെ പെട്ട് വാ റാബിറ്റ്. റാബിറ്റ് വന്നു. ഒരു റാബിറ്റ് വരാൻ പറഞ്ഞ കളർ റാബിറ്റ് വന്നു. ഞങ്ങൾക്ക് കൺഫ്യൂസായി. മാസ്റ്റർ ഞങ്ങളാണ് നിങ്ങൾ റാബിറ്റ് കുട്ടികൾ. ശരി റാബിറ്റ് പറ്റില്ല. പക്ഷിയല്ലേ വന്നു. കുറേ നിറയെ പവറുള്ള പെട്ട് കളർ പക്ഷി നല്ല വലുതും ചെറുത്. ഇതാണ് ഷോക്കായി. അതുപോലെ ഒരു ഡ്രാഗൺ വന്നിരുന്നു. ഇതുകൊണ്ട് ഫയർ ഡ്രാഗൺ. ഇതുകൊണ്ട് ചങ്കൊക്കെ കണ്ണു പുറത്തായി. എന്ത് ഫയർ ഡ്രാഗനാണ് മാസ്റ്റർ? എനിക്ക് വേണ്ട. ചങ്കൊക്കെ ഓടിപ്പോയി. എനിക്ക് കഷ്ടമായി. എനിക്ക് പെട്ട് വേണ്ട. ചേട്ടന്മാർക്ക് നല്ലത് കിട്ടിയല്ലോ. ഇങ്ങനെ പറ. 6 മോശമില്ലായിരുന്നു, നല്ല പെട്ടായിരുന്നു.